പ്രണയത്തിൻ്റെ മുന്തിരിച്ചാറ് ആവോളം കുടിച്ച മത്ത് പിടിച്ച നടനാണ് മലയാള സിനിമയിലെ ബിജു മേനോൻ. ഇത് പറയാൻ കാരണം ബിജു മേനോൻ ഒരുപാട് പ്രത്യേകിച്ച് പഴയ കാലഘട്ടങ്ങളിലൊക്കെ കമൽ സാറിൻ്റെയും അതുപോലെ ലാൽ ജോസിൻ്റെയൊക്കെയും പല സിനിമകളിലും ഒരു കാമുകനെ വേണമെങ്കിൽ അപ്പോൾ തന്നെ ബിജു മേനോൻ അവൈലബിളാണ്. കാരണം ഒരുപാട് സിനിമകളിൽ നല്ലൊരു കാമുകനായിട്ട് ബിജു മേനോൻ അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്ന 4 പ്രണയങ്ങൾ, അതായത് ബാല്യം, യൗവനം, അതുപോലെ തന്നെ മിഡിൽ ഏജും, അതുപോലെ തന്നെ വാർദ്ധക്യത്തിലേക്ക് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ, ഈ 4 അവസ്ഥകളിലുള്ള പ്രണയമാണ് ഈ സിനിമ. ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന 4 പ്രണയങ്ങൾ, അത് ആ കഥയുടെ ആ പ്രണയ മുഹൂർത്തങ്ങളുടെ പ്രണയാനുഭവങ്ങളുടെ ഒരു സമാഹാരം, ഒരു കൂടിച്ചേരലാണ് ശരിക്കും കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞ സിനിമ. ബിജു മേനോനാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത്. ഒരുപാട് പ്രണയാർദ്രമായ സിനിമകൾ അഭിനയിച്ച ബിജു മേനോൻ ഈ സിനിമയിൽ നല്ലൊരു വേഷം തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. രാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഈ സിനിമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, ഇതിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളൊക്കെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. ഒന്നാമത്തെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് അനുശ്രീ എന്ന കഥാപാത്രം. അതുപോലെ തന്നെ നിഖില വിമൽ നമ്മുടെ അഴകിയ ലൈല കഴിഞ്ഞ സിനിമയിലും ഒരു തേപ്പുകാരിയുടെ റോൾ തന്നെയാണ് കിട്ടിയത്. ഈ സിനിമയിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കാമുകനെ തേച്ചിട്ട് പോകുന്ന ഒരു നായികയുടെ ഒരു വേഷമാണ് നിഖില വിമലിൽ ഇതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അനുശ്രീ നല്ല ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം, ഒരു സെക്സ് വർക്കറായിട്ടാണ് അനുശ്രീ ഇതിൽ അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രഞ്ജി പണിക്കർ സാറുണ്ട്. രഞ്ജി പണിക്കർ, അതുപോലെ സിദ്ദിഖ് തുടങ്ങിയ താരങ്ങളൊക്കെ ഉണ്ട്. മികച്ച അഭിനയം തന്നെയാണ് എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ കഥ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രണയങ്ങളുടെ അനുഭവം ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ആ സിനിമ കണ്ടുവരിക്കുമ്പോൾ ചില സമയത്ത് നമുക്കൊരു അസഹിഷ്ണുത തോന്നാം. കാരണം ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് അത്രയധികം കണ്ട് ശീലിച്ച ഒരു സിനിമകളല്ല. അതുമാത്രമല്ല, ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സിനിമയായിട്ട് നമുക്ക് സിനിമ കാണുമ്പോൾ തോന്നില്ല. അങ്ങനൊരു പോരായ്മയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ സിനിമ ട്വിസ്റ്റ് ഇരിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷമാണ്. നമ്മൾ ക്ലൈമാക്സ് ആക്കാറാകുമ്പോഴാണ് ഇതിൻ്റെ ട്വിസ്റ്റ് ഇരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ ശരിക്കും പറഞ്ഞ ഈ സിനിമ, നാം കണ്ട സിനിമയുടെ ഒരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ അത് ആ മുമ്പ് കണ്ട പല കഥാപാത്രങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് ക്യാച്ചബിളായി തോന്നുന്നത് ഇതിൻ്റെ അവസാന സമയത്താണ്. ഈ സിനിമയുടെ തിരക്കഥയിൽ ഒളിപ്പിച്ച മായാജാലമാണ് ഈ സിനിമയുടെ. കാരണം ഇതിൻ്റെ ട്വിസ്റ്റുകളും അത്തരം കാര്യങ്ങളൊക്കെ കാരണം ഒരു സ്ക്രീൻ റൈറ്റർ എന്താണ് എഴുതി വെച്ചിരുന്നത്, അല്ലെങ്കിൽ സംവിധാനം എന്താണ് കാണിക്കുന്നത്, അത് മാത്രമേ നമുക്ക് സിനിമയിൽ കാണുവാൻ കഴിയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒടുവിലാണ് ഇതിൻ്റെ ഈ കഥ, ഈ പ്രണയാനുഭവങ്ങളുടെ ഒരു കൂടിച്ചേരേണ്ട ഒരു മുഹൂർത്തമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വളരെ നല്ല രീതിയിൽ ഉള്ള ഒരു മികച്ച ഒരു അനുഭവം തന്നെയാണ് ഈ സിനിമ. നമ്മളെ ഞെട്ടിക്കും, അവസാന സമയത്ത് നമ്മളെ ഞെട്ടിക്കും. പക്ഷേ ഈ സിനിമയുടെ മറ്റൊരു പോരായ്മയായിട്ട് തോന്നുന്നത് എഡിറ്റിംഗാണ്. ചില ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എഡിറ്ററെ കുഴപ്പം കൊണ്ടല്ല, സംവിധായകൻ്റെയും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കുഴപ്പം. ചിലപ്പോൾ ചില ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടോ. ചില ആളുകൾക്ക് ഇമോഷണൽ സീനുകൾ അധികം കണ്ടിരിക്കാൻ കഴിയില്ല, ചില ആളുകൾക്ക് ആക്ഷൻ സീനുകൾ അധികം നേരം കണ്ടിരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യമാണ്. ചില ഷോട്ടുകളൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷേ മേപ്പടിയാൻ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്ത വിഷ്ണുവാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നമുക്ക് അവരുടെ ക്രിയേറ്റിവിറ്റിയെ അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്ററെ നമുക്ക് വിമർശിക്കാനുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ആ എഡിറ്റിങ്ങിൽ മാത്രം ചെറിയ പക്ഷേ ഇതിൻ്റെ ക്യാമറ വർക്ക് ജോമോൻ ടി ജോൺ ഈ സിനിമയിലെ ഒരു നിർമ്മാതാവ് കൂടിയാണ്. അദ്ദേഹം തണ്ണീർമത്തൻ സിനിമകൾ പോലെയുള്ള സിനിമകളൊക്കെ, ചെറിയൊരു സിനിമകളൊക്കെ മറ്റ് ആളുകളുമായി ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സിനിമ നല്ലൊരു സിനിമ തന്നെയാണ്. കാരണം വലിയ ബജറ്റിലുള്ള സിനിമയല്ല. അത്യാവശ്യം കഥകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് കഥ ഇന്ന് വരെ. കാരണം ഇതൊരു മനുഷ്യൻ്റെ കഥയാണ്, അയാളുടെ പ്രണയാനുഭവങ്ങളാണ്. അപ്പം കഥകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ സിനിമ കൂടുതൽ ഇഷ്ടപ്പെടും. മാത്രമല്ല ഈ സിനിമയുടെ ലൊക്കേഷൻ ആലപ്പുഴ, മൂന്നാർ, പാലക്കാടൊക്കെയാണ്. ഇവിടെയുള്ള ഗ്രാമങ്ങളുടെ ഒരു ജീവിത രീതിയും ആ ഗ്രാമീണ ശൈലിയുള്ള ഫ്രെയിമുകളൊക്കെ ഈ സിനിമയിൽ ജോമോൻ ടി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ജോമോൻ ടി പ്രത്യേകിച്ച് ആലപ്പുഴയിലുള്ള ഷോട്ടുകളൊക്കെ വളരെ നന്നായിട്ട് ജോമോൻ ടി ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തിരക്കഥ ഞാൻ നേരത്തെ പറഞ്ഞു. തിരക്കഥയിലാണ് തിരക്കഥയിൽ ഒളിപ്പിച്ചു വെച്ച കുറച്ച് ട്വിസ്റ്റുകളാണ് ഈ സിനിമ.
അതുപോലെ തന്നെ മേതിൽ ദേവിക, നമുക്കറിയാം മേതിൽ ദേവിക എന്ന നർത്തകിയും, ഒരുപാട് നർത്തകിമാർ സിനിമാ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ സിനിമാ രംഗത്തേക്ക് വരാത്ത രാജശ്രീ വാര്യരെ പോലുള്ള പല നർത്തകിമാരും ഉണ്ട്. ഇവിടെ മേതിൽ ദേവിക കുറച്ച് വൈകിയാണെങ്കിലും സിനിമാ ലോകത്തേക്ക് എത്തി. അവർക്ക് പറ്റിയ ഉജ്ജ്വലമായ ക്യാരക്ടറാണ്. വലിയ അഭിനയമൊന്നും അല്ലെങ്കിലും ഒരു ബിഹേവിയർ, ക്യാരക്ടറിന് കൊടുക്കേണ്ട ബിഹേവിയറാണ് വാസ്തവത്തിൽ മേതിൽ ദേവിക ചെയ്യണത്. എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പാലക്കാടൻ കഥാപാത്രമായിട്ട് വന്നിട്ട്. അത് മാത്രമല്ല, കഥാപാത്രത്തിന് സൂട്ടബിളായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇതിലെ കാസ്റ്റിംഗ് എടുത്ത് പറയേണ്ടതാണ്. ഒരു നായകനെ വെച്ച് തന്നെ ചെറുപ്പം വലുപ്പമൊന്നും ചെറുപ്പകാലവും അല്ലെങ്കിൽ പല കാലഘട്ടം കാണിക്കാതെ പല വ്യത്യസ്ത നായകന്മാരെയാണ് ഈ സിനിമയിൽ പരീക്ഷിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ഈ സിനിമ ഒരു ആകർഷണമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇതിൽ പാട്ടാണ്, പ്രത്യേകിച്ച് ഒരു നാടൻ പാട്ട് ആണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം. നല്ല രീതിയിലൊരു നാടൻ പാട്ട് ഇതിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ കാണണം. ARM, അതുപോലെ തന്നെ കൊണ്ടാൽ, ഇങ്ങനെയുള്ള പല സിനിമകളും ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പല തിയേറ്ററുകളിലും ഈ സിനിമ റിലീസ് ആയിട്ടില്ല. ഞാൻ തന്നെ ഒരു ഷോപ്പിംഗ് മാളിൽ പോയാണ് കണ്ടത്. അപ്പം എന്തായാലും ഈ സിനിമ നല്ലൊരു അനുഭവം തന്നെയായിരിക്കും നമുക്ക് സമ്മാനിക്കുക. താങ്ക് യു.